വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയോട് രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല ശാരദാമ്മേ, നേരം ഇത്രയുമൊക്കെ വെളുത്തിട്ടും നിങ്ങളെന്താ മുൻവാതിൽ തുറക്കാത്തത്? കൂടാതെ കൂട്ടത്തിലൊരാൾ മരിച്ചാൽ പോലും അടയ്ക്കാത്ത കുടുംബശ്രീ ഹോട്ടൽ ഇന്ന് തുറന്നിട്ടുമില്ല. ശാരദയ്ക്ക് എന്തോ രഹസ്യം ഒളിപ്പിക്കാനുണ്ടല്ലോ, അതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഒന്ന് ചിരിയൊക്കെ വരുത്തി ശാരദാമ്മ പറയുകയാണ്, അല്ല എനിക്കെന്ത് രഹസ്യമാണ് സൂക്ഷിക്കാനുള്ളത്? അതൊക്കെയുണ്ട്, എനിക്ക് അകത്തേക്ക് കയറാമല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങിയ രാജേശ്വരിയെ തടുത്തിട്ട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല രാജേശ്വരി വന്ന കാര്യം പറഞ്ഞില്ല. അന്നേരം ജനലിലൂടെ രാജേശ്വരി വന്നത് നോക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരി പറയാണ്, അതെ ഇതാണ് ഞാൻ പറഞ്ഞത്, ശാരദയ്ക്ക് എന്തോ രഹസ്യമുണ്ടെന്ന്. എനിക്ക് ഈ വീടൊക്കെ ഒന്ന് കാണണം, അതിനാണ് ഞാൻ അകത്തേക്ക് കയറുന്നതെന്ന് രാജേശ്വരി പറയുമ്പോൾ, എന്തിനാ വീട് കാണുന്നതെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം രാജേശ്വരി പറയുകയാണ്, 30 പവൻ്റെ സ്വർണവും എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് തന്നത് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ സ്വർണത്തിനുള്ള മുതൽ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയണം, അതിനാണ് ഞാൻ ഇതിന് അകത്തേക്ക് കയറണമെന്ന് പറയുന്നത്. പിന്നെ ഈ വീട് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ എന്നെനിക്കറിയണ്ടേ? തട്ടിമ്പുറത്തെ പലകളോ വല്ലോ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. നേരത്തെ ജോലിക്കാരെ ഏൽപ്പിച്ചാലല്ലേ അതൊക്കെ ചെയ്യൂ. അതിനാണ് എനിക്ക് കാണണമെന്ന് പറഞ്ഞത്. അങ്ങോട്ട് മാറി നിന്നേന്ന് പറഞ്ഞ് ശ്യാമയും ശാരദാമ്മയും തള്ളി മാറ്റി രാജേശ്വരി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ആകെ വെപ്രാളപ്പെട്ട് പുറകെ പോവുകയാണ് ശ്യാമയും ശാരദാമ്മയും. തുടർന്ന് ഓരോ മുറികളിലായി കയറിയിറങ്ങുകയാണ് രാജേശ്വരി ഗോപാലകൃഷ്ണനെയാണ് തിരയുന്നതെന്ന് ശാരദാമ്മയ്ക്ക് ശ്യാമയ്ക്കും മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് രാജേശ്വരിയുടെ കൂടെ നടക്കുകയാണ് ശ്യാമയും ശാരദാമ്മയും കൂടി. പെട്ടെന്ന് രാജേശ്വരി ശാലിനിയുടെ മുറി ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ കട്ടിലിൽ ജനലിൽ കൂടെ തന്നെ നോക്കുമ്പോൾ മുണ്ടും ഷർട്ടുമൊക്കെ ഇരിക്കുന്നത് രാജേശ്വരി കാണുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, ഇനി ആ ഒരു ബെഡ്റൂം മാത്രമല്ലേ ഞാൻ നോക്കാനുള്ളൂ, അത് ആരുടേതാണെന്ന് ചോദിക്കുന്നു. അന്നേരം അത് ശാലിനിയുടേതാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ, അത് പണ്ടല്ലേ, ഇപ്പോൾ ആ മുറി ആരാ ഉപയോഗിക്കുന്നത്? ഇപ്പോഴാരും ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ വേറെ ആർക്കെങ്കിലും ഉപയോഗിച്ചുകൂടെ എന്ന് രാജേശ്വരി ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും അറിയാത്ത പോലെ മനസ്സിലായില്ല എന്ന് പറയുകയാണ് ശാരദാമ്മ. മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് രാജേശ്വരി ശാലിനിയുടെ മുറിയിലേക്ക് കടക്കുന്നു. രാജേശ്വരിയുടെ തൊട്ടുപിറകെ തന്നെ ശ്യാമയും ശാരദാമ്മയും കൂടെ പോകുന്നുണ്ട്. രാജേശ്വരി മുറിയിലേക്ക് ചെന്ന് എല്ലായിടത്തും തിരയുകയാണ് ഗോപാലകൃഷ്ണനെ. പക്ഷെ അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ആ മുറിയിൽ നിന്നും മാറിയിരുന്നു. തുടർന്ന് കട്ടിലെ മുണ്ടും ഷർട്ടുമൊക്കെ ശ്രദ്ധിച്ചിട്ട് രാജേശ്വരി ചോദിക്കുന്നുണ്ട്, അല്ല ശാരദ, ഇത് ശാലിനിയുടെ മുറിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശാലിനി ഇപ്പോൾ മുണ്ടും ഷർട്ടുമൊക്കെയാണോ ഇടുന്നത്? അന്നേരം ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് ശ്യാമയും ശാരദാമ്മയും. അന്നേരം ദേഷ്യത്തോടെ ശ്യാമ പറയുകയാണ്, കുഞ്ഞേച്ചിയുടെ മുറിയെന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ്റെയും കൂടെയാണ്. വിഷ്ണുവേട്ടൻ ഇവിടെ വരുമ്പോൾ മുണ്ടും ഷർട്ടുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ചുരിദാർ സാരിയുമൊന്നുമല്ല ഉടുക്കുന്നത്. അന്നേരം ഒരു ചിരിച്ച് രാജേശ്വരി പറയുകയാണ്, ചൂടാകാതെ ശ്യാമക്കുട്ടി, ഞാനൊരു തമാശയ്ക്ക് ചോദിച്ചതല്ലേ. നിങ്ങൾക്കെന്തോ ഒളിപ്പിക്കാനുണ്ടെങ്കിലേ ഇങ്ങനെ ദേഷ്യവും പരവേശവും ഒക്കെ വരൂ. അതേസമയം രാജേശ്വരി തിരിഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് തറയിൽ കിടക്കുന്ന ഗോപാലകൃഷ്ണന്റെ ചെരുപ്പ് കാണുകയാണ് ശ്യാമയും ശാരദാമ്മയും. പെട്ടെന്ന് രാജേശ്വരി അങ്ങ് തിരിയുമ്പോൾ ശാരദാമ്മ ആ ചെരുപ്പിൻ്റെ അവിടെ കയറി അങ്ങ് മറഞ്ഞു നിൽക്കുകയാണ് രാജേശ്വരി കാണാതിരിക്കാൻ വേണ്ടി. അതേസമയം രാജേശ്വരി ചോദിക്കുകയാണ്, ഈ മുറിയിലാകെ ഒരു കഷായത്തിൻ്റെയും മരുന്നിൻ്റെയും ഒക്കെ ഒരു ഗന്ധമുണ്ടല്ലോ. ആ ചോദ്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ശാരദാമ്മ പെട്ടെന്ന് ആ ചെരുപ്പ് അങ്ങ് കട്ടിലിനടിയിലേക്ക് നീക്കുന്നുണ്ട്. രാജേശ്വരി അത് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ഓരോ മുറിയിലും കയറി ഓരോരോ ഗന്ധം ശ്രദ്ധിച്ചാൽ അങ്ങനെയൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെ കയറിയിറങ്ങി പരിശോധിക്കുമ്പോഴേ മൂക്ക് അടപ്പിട്ട് വയ്ക്കുന്നതാണ് നല്ലതെന്ന് ശാരദാമ്മയൊന്ന് കളിയാക്കി പറയുന്നു. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, മകളെ പറഞ്ഞയക്കാനായിട്ട് 30 പവൻ സ്വർണം വേണമെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പരിഹാസമൊന്നും കണ്ടില്ലല്ലോ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അത് ഞാൻ മനഃപൂർവ്വം പുറത്ത് കാണിക്കാതിരുന്നതാണ്. ഏതായാലും ആ 30-നേക്കാൾ മൂല്യം ഈ വീടിനുണ്ടെന്ന് കണ്ടുബോധിച്ചല്ലോ. ഇനി ഇറങ്ങിയാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് ശാരദാമ്മ രാജേശ്വരിയോട് പറയുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണനെ കണ്ടെത്താനാകാത്ത നിരാശയിൽ വരാന്തയിലേക്ക് ഇറങ്ങുകയാണ് രാജേശ്വരി. അന്നേരം കളിയാക്കി ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല രാജേശ്വരി, അടുക്കള കാണുന്നില്ലേ? അവിടെ കുറച്ച് പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്. അന്നേരം വേണ്ട, ആവശ്യമില്ല എന്ന് പറയുകയാണ് രാജേശ്വരി. അത് കേട്ട് അമർത്തി ചിരിക്കുകയാണ് ശ്യാമ. അന്നേരം രാജേശ്വരി പറയുകയാണ്, പരിഹാസം വേണ്ട ശാരദേ, ഞാനിവിടെ വന്നത് ഒരു കാര്യം അന്വേഷിച്ച് തന്നെയാണ്. ഇപ്പം കിട്ടിയില്ലെങ്കിലും അതെൻ്റെ കയ്യിൽ തന്നെ വീഴും എന്ന് പറഞ്ഞ് രാജേശ്വരി ഇറങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, കിട്ടിയാലേ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ രാജേശ്വരി. അന്നേരം രാജേശ്വരി പറയുകയാണ്, സോറി, ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. തുടർന്ന് രാജേശ്വരി പോയ ശേഷം അച്ഛൻ എവിടെയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ, അറിയില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശ്യാമയും ശാരദാമ്മയും കൂടി. അതേസമയം തട്ടിൻ്റെ മുകളിൽ നിന്നും കോണിപ്പടി ഇറങ്ങി വന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അവൾ പോയോന്ന്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നന്ദിയുണ്ട് ശാരദേ, അവളുടെ കയ്യിലേക്ക് എന്നെ കൊടുക്കാതിരുന്നതിന്. എന്നെ കിട്ടിയിരുന്നെങ്കിൽ അവൾ കൊണ്ടുപോയി കൊന്നേനെ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഗോപാലേട്ടന് ഇവിടെ നിന്ന് സ്വയം പോകണം എന്ന് തോന്നുന്നത് വരെ
ഒരു ശക്തിക്കും ഗോപാലേട്ടനെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അന്നേരം സങ്കടപ്പെട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതൊക്കെ നിനക്ക് പറയാം. ഈ പകൽവെട്ടത്തിൽ അവൾ ഇവിടെ നിന്ന് പോയാലും പാതിരാ സൂര്യൻ്റെ മറവിൽ അവൾ തിരികെ വരും. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. എൻ്റെ ഒരു വിധി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഗോപാലകൃഷ്ണൻ നിൽക്കുന്നു. അതേസമയം സത്യഭാമയുടെ വീട്ടിൽ ഉറക്കമുണരുന്ന വിഷ്ണു ചിന്തിക്കുകയാണ്, ഞാനിവിടെ എങ്ങനെ എത്തി? അന്നേരം ചായയുമായി വന്ന ശാലിനി പറയുകയാണ്, മാനത്ത് നിന്നും പൊട്ടി വീണു. അന്നേരം ശാലിനിയെ കണ്ട് അന്തം വിട്ട് വിഷ്ണു പറയുകയാണ്, എടോ താൻ എന്താ ഇവിടെ, അതും ഈ വീട്ടിൽ? അപ്പോൾ സ്വപ്നം തന്നെ എന്നും പറഞ്ഞ് സ്വയമൊക്കെ നുള്ളി നോക്കുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ ഇന്നലെ കുടിച്ചതിൻ്റെ കെട്ട് ഇതുവരെ വിട്ടില്ലല്ലേ? ഈ ചായ കുടിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലേ ഞാൻ പോയി തൈര് കൊണ്ടുവരാം എന്നും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചു നിർത്തുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, സ്വപ്നത്തിൽ ഇയാൾ വിചാരിക്കുന്ന പോലെയാണോ ആളുകൾ പെരുമാറുന്നത്? സ്വപ്നത്തിൽ അങ്ങനെ പലതും തോന്നും. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇയാൾ എന്തായാലും എനിക്ക് ചായ കൊണ്ടുവന്നതല്ലേ? അന്നേരം കപ്പ് പിടിക്കുമ്പോൾ അയ്യോ കൈ പൊള്ളി, ഇത് സ്വപ്നമല്ല എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ചായയാണ് പൊള്ളാതിരിക്കാനായിട്ട് ഇത് ഇന്നലെ ഐസ് ചേർത്തടിച്ച സാധനമൊന്നുമല്ല. തുടർന്ന് വിഷ്ണു ചായയുമായി കട്ടിലേക്ക് ഇരിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ഇന്നലെ നടന്ന കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അന്നേരം ഓർമ്മയുണ്ടെന്ന് പറയുകയാണ് വിഷ്ണു. എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഓർമ്മയില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് ശാലിനി 2 കൈയും കൊണ്ട് വിഷ്ണുവിനെ അമർത്താനായിട്ട് അങ്ങ് അടുത്തേക്ക് ചെല്ലുകയാണ്. ഇയാൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങുന്നു. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, ഇയാൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അന്നേരം ശാലിനി പറയുകയാണ്, ഋഷിമാർ യുഗയുഗാന്തരങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അതിന് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അന്നേരം വിഷ്ണു പറയണം, അയ്യോ അതല്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് പറയ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, കുടിച്ച് വെളിവില്ലാതെ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ? അയ്യോ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ശാലിനി എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇയാളുടെ ഓർമ്മയിൽ അവസാനത്തെ സംഭവം എന്താണെന്ന് ഒന്ന് പറയാമോ? അന്നേരം വിഷ്ണു പറയുകയാണ്, ബാറിലിരുന്ന് ഞാനൊരു ഫുള്ള് കുടിച്ചു. പിന്നീടും ചോദിച്ചപ്പോൾ അത് തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് വന്നവനെ ഞാനങ്ങ് തല്ലി. അത് ചോദിക്കാൻ വന്ന മാനേജറുടെ തലയിൽ ഞാൻ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ 4-5 കുപ്പിയെടുത്തടിച്ച് 1-2 പേരെ ഞാൻ തല്ലുകയും ചെയ്തു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അയ്യോ ഇത്രയൊക്കെ സംഭവിച്ചോ അതിനുള്ളിൽ? അന്നേരം വിഷ്ണു പറയാണ്, ഒന്ന് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഇതിനിടയിൽ മര്യാദ പഠിപ്പിക്കാനായിട്ടൊരു പോലീസുകാരൻ വന്നിരുന്നു. അയാളുടെ പെടലി വിളിച്ച് ഉളുക്കിയോ മറ്റോ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ചുരുക്കി പറഞ്ഞ ആന കരിമ്പുംകാട്ടിൽ കയറിയതുപോലെയായിരുന്നു ഇന്നലത്തെ സംഭവമല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതൊക്കെ പോട്ടെ, ഞാൻ ഇവിടെ എങ്ങനെ എത്തി? അതിന് ശേഷമുള്ള കഥ ഒന്ന് പറഞ്ഞേ. അന്നേരവും ശാലിനി പറയുകയാണ്, ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴേ അതൊക്കെ വെറും ചെറുത്. അന്നേരവും വിഷ്ണു ചോദിക്കുകയാണ്, എടോ ആ ചെറുത് എന്താണെന്ന് ഒന്ന് പറയേ. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അതിനുശേഷം കുടിച്ച് വെളിവില്ലാതെ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട്. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, അല്ല ഞാനപ്പോൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾക്ക് വല്ല ഓർമ്മയും ഉണ്ടാകുമായിരുന്നോ? അന്നേരം കണ്ണടച്ച് കാണിച്ച് ഇല്ല എന്ന് പറഞ്ഞങ്ങ് ചിരിക്കുകയാണ് വിഷ്ണു. വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ്, അല്ല എന്നിട്ട് ഇയാൾ സത്യം തുറന്നു പറഞ്ഞോ? കൈ ഓങ്ങിയിട്ട് ശാലിനി പറയുകയാണ്, സത്യം പറയാനല്ല, മുതുകത്ത് 2 ഇടി വെച്ച് തരാനാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇടിച്ചോന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ എങ്ങനെ ഇടിക്കും, എൻ്റെ തലവരെ ആയിപ്പോയില്ലേ എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു അങ്ങ് ചിരിക്കുന്നു. ശാലിനി പറയുകയാണ്, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ തോളിൽ തൂക്കിയെടുത്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടേക്ക് താൻ കൊണ്ടുവന്നിട്ട് ബാക്കി പറയേ. അപ്പോൾ ഇയാൾ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞല്ലേ, അപ്പോൾ കല്യാണം എന്തായാലും മുടങ്ങിക്കാണും, അടിപൊളിയെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ചിരിച്ചു നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇയാൾ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. കല്യാണം കഴിയുന്നത് വരെ എന്നോടിവിടെ നിൽക്കാനാണ് സത്യാമ്മ പറഞ്ഞത്. എൻ്റെയും കൂടി സമ്മതത്തോടു കൂടിയാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും പിന്നെ എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാനും വേണ്ടിയാണ് എന്നോടിവിടെ നിൽക്കാനായിട്ട് സത്യാമ്മ പറഞ്ഞത്. അന്നേരം കണ്ണു നിറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം തുറന്നു പറയുന്നു. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സമയമായിട്ടില്ല. പിന്നെ സത്യാമ്മ ഇയാളോട് ഒരുങ്ങാൻ പറഞ്ഞു. അന്നേരം എന്തിനെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് ഇന്നല്ലേ, അതിനാണ് എന്നൊക്കെ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാതെ സങ്കടത്തോടെ ശാലിനി പറയുകയാണ്. അന്നേരം ശാലിനിയെ തന്നെ നോക്കി വിഷമത്തോടെ വിഷ്ണു നിൽക്കുന്നു. വധുവിനെ റെഡിയാക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോകാൻ നേരം ശാലിനി പറയുകയാണ്, പെട്ടെന്ന് റെഡിയാവണം, ഇനി അതിൻ്റെ പേരിലും എന്നെ വഴക്ക് കേൾപ്പിക്കരുത്. തുടർന്ന് കാണിക്കുന്നത് ശാരികയുടെ സ്വർണ്ണമൊക്കെ വിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ് വിജയലക്ഷ്മി. അന്നേരം വിജയലക്ഷ്മി ആരും മൈൻഡ് ചെയ്യുന്നില്ല. വിജയലക്ഷ്മി മനസ്സിൽ കരുതുകയാണ്, 4 ആൾ നോക്കുമെന്ന് കരുതിയാണ് ഈ നടന്നു പോകാമെന്ന് കരുതിയത് അമ്പലത്തിലേക്ക്. പക്ഷെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങനെ നടന്ന് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് എതിരെ ഒരു സ്ത്രീ വരികയാണ്.
എന്നിട്ട് അവരോട് പരിചയഭാവത്തിൽ കുശലമൊക്കെ അന്വേഷിക്കുകയാണ് ശാരദാമ്മ. എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്കാണെന്ന്. അന്നേരം ശാരദാമ്മയല്ല വിജയലക്ഷ്മി. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മുട്ടുവേദനയ്ക്ക് ഒരു കുറവുമില്ലല്ലേ? അന്നേരം അവർ പറയുകയാണ്, ദേ എൻ്റെ മുട്ടിനൊന്നും ഒരു കുഴപ്പവുമില്ല, എൻ്റെ മോൾ അവിടെ കിടക്കുകയാണ്, അവളെ കാണാനാണ് പോകുന്നതെന്ന്. അന്നേരം അവൾ പ്രസവിച്ചോ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ആ സ്ത്രീ ദേഷ്യപ്പെടുകയാണ്, ദേ അപവാദമൊന്നും പറയരുത്, എൻ്റെ മോൾക്കൊരു പനിയാണ്, അവൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല. തുടർന്ന് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കോളേജിലെ ലെക്ചറർ രാജീവിൻ്റെ അമ്മയാണെന്ന് പറയുന്നു. അന്നേരവും മാലയൊക്കെ ഒന്ന് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് വിജയലക്ഷ്മി അവർ നോക്കാനായിട്ട്. എനിക്ക് കോളേജും അറിയില്ല, ലെക്ചറേയും അറിയില്ല. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോൾ പനമ്പള്ളിയിലെ പ്രിയദർശിനി അല്ലേ? അന്നേരം വിജയലക്ഷ്മിയുടെ ഭാവവും സ്വർണം പിടിപ്പുള്ള നോട്ടവും ഒക്കെ കണ്ട് അവർ ചോദിക്കുകയാണ്, മാടമ്പള്ളിയിലെ യക്ഷിയാണെന്ന് തോന്നുന്നു. അന്നേരം അത് ഇഷ്ടപ്പെടാതെ അങ്ങ് പോവുകയാണ് വിജയലക്ഷ്മി. അതേസമയം ബൈക്കിലെത്തിയ ഒരാൾ പാലുകാച്ചി വീട് അന്വേഷിക്കുന്നുണ്ട്. അന്നേരം നേരത്തെ വന്ന ആ സ്ത്രീ എനിക്കറിയില്ല എന്നും പറഞ്ഞ് പോവുകയാണ്. തുടർന്ന് വിജയലക്ഷ്മിയെ ബൈക്കിൽ വന്ന ആളിനെ വിളിക്കുകയാണ്, മോൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ്. അന്നേരം ബൈക്കുമായി അയാൾ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ഹൗസ് വാമിംഗ് നടന്ന വീടില്ലേ അവിടേക്കാണെന്ന്. അന്നേരം വിജയലക്ഷ്മിയുടെ ആഭരണമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ബൈക്കിലെത്തിയ ആ പയ്യൻ. അന്നേരം ആൻറ്റി ഇവിടത്തുകാരി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നാണ്, ഇവിടുത്തെ കോളേജ് ലെക്ചറാണ് എന്നൊക്കെ പറഞ്ഞ് വളയും മാലയൊക്കെ അങ്ങ് പിടിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അയാൾ ചോദിക്കുകയാണ്, ആൻറ്റി ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണോ? അല്ല, ഞാൻ അമ്പലത്തിലൊന്ന് പോയതാണെന്ന് പറയുന്നു. അല്ല, ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ടത് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അന്നേരം പറയുകയാണ്, എൻ്റെ മരുമോൾ സ്നേഹത്തോടെ തന്നതാണ്, ഇതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, എനിക്കിങ്ങനെ സിമ്പിളായിട്ട് നടക്കാനാണ് ആഗ്രഹം എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം ഒരു മാല എടുത്തിട്ട് ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ പയ്യൻ പറയാണ്, നോക്കട്ടെ ആൻറ്റി എന്നും പറഞ്ഞിട്ട് മാല പിടിച്ചിട്ട് പെട്ടെന്ന് അതും പൊട്ടിച്ചുകൊണ്ട് ബൈക്കിലങ്ങ് പോവുകയാണ് ആ പയ്യൻ. അന്നേരം അയ്യോ എൻ്റെ മാല കള്ളെന്നും പറഞ്ഞ് വിജയലക്ഷ്മി വിളിച്ചുകൊണ്ട് പുറകെ ഓടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരും പുറകെ ഓടുകയാണ്. ഓടുന്ന വഴിക്ക് വിജയലക്ഷ്മി പെട്ടെന്ന് റോഡിലങ്ങ് വീഴുന്നു. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.